ഈ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടിയിലെ അധ്യക്ഷൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സഖാവ് ടി കെ സുധീർ കുമാർ, ഈ പ്രക്ഷോഭ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുള്ള അണിനിരന്നിട്ടുള്ള പ്രിയപ്പെട്ട പാർട്ടി സഖാക്കളെ, ഇന്ന് ദേശവ്യാപകമായി കഴിഞ്ഞ 1.5 മാസമായി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഒരു ഘട്ടത്തിലാണ്, ഒരു സമാപന ഘട്ടത്തിലാണ് ഈ രാജ്ഭവൻ മാർച്ച് ഇവിടെ നടക്കുന്നത്. വ്യത്യസ്ത തീയതികളിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ രാജ്ഭവൻ മാർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 4-ാം തീയതി പശ്ചിമ ബംഗാളിൽ 10,000 അണിനിരക്കുന്ന രാജ്ഭവൻ ഉപരോധം കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ, അവിടുത്തെ സംസ്ഥാന ഭരണത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ സഖാവ് ടി കെ സുധീർ കുമാർ സൂചിപ്പിച്ച പോലെ സത്യവും യാഥാർത്ഥ്യവും ഏറ്റവും അധികം തമസ്കരിക്കപ്പെടുന്ന, വളച്ചൊടിക്കപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നമ്മളുടെ പ്രധാനമന്ത്രി ഇന്നലെ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് വന്നിരുന്നു. അദ്ദേഹം അവിടുന്ന് നേരെ പോയത് തമിഴ്നാട്ടിലേക്കാണ്. സമാഗതമാകുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഒരു പ്രചാരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ശ്രീമാൻ നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാത്തിരിക്കുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രാജ്യം മുഴുവൻ നടന്ന് വലിയ വികസന പദ്ധതികളെന്ന പേരിൽ ഉദ്ഘാടനങ്ങളും മാമാങ്കങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വൻപിച്ച തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ, കോടിക്കണക്കിന് രൂപ, കോടാനുകോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ നാടിൻ്റെ യഥാർത്ഥ സ്ഥിതി മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു ഇന്ത്യ 5ാം സാമ്പത്തിക ശക്തിയായതിൻ്റെ കഥ. ഇന്ത്യ 5ാം സാമ്പത്തിക ശക്തിയായി എന്ന് വിശദീകരിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മയുടെ സ്ഥിതി എന്താണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ, വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ 60,000-ഓളം വരുന്ന പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിലേക്ക്, ആ പരീക്ഷ എഴുതാൻ അപേക്ഷ കൊടുത്തതും ആ പരീക്ഷ എഴുതിയതും 50 ലക്ഷം ചെറുപ്പക്കാരാണ്. 50 ലക്ഷം ചെറുപ്പക്കാർ. എവിടെയാണ് തൊഴിലിൻ്റെ അവസ്ഥ? ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ തൊഴിലിൻ്റെ പ്രശ്നം തന്നെയാണ്. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിക്ക് മറച്ചു വെക്കാനാവില്ല. ഇന്നലെ വിദേശകാര്യ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു, നമ്മുടെ രാജ്യത്ത് നിന്ന് റഷ്യൻ ആർമിയിൽ ഹെൽപ്പർമാരായി പണിക്ക് പോയിരിക്കുന്ന ആളുകൾ, അവരെ മടക്കിക്കൊണ്ടുവരാൻ ഉടനെ തന്നെ വിദേശകാര്യ വകുപ്പ് നടപടി സ്വീകരിക്കുന്നതായിരിക്കും. എന്താണിപ്പോൾ വാർത്ത പുറത്തു വരുന്നത്? ഗുജറാത്തിൽ നിന്ന് ഹരിയാനയിൽ നിന്നുൾപ്പെടെ മനുഷ്യക്കടത്ത് ഏജൻസികൾ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ റഷ്യൻ സേനയിലേക്ക് ഹെൽപ്പർമാരായി നിയോഗിച്ചിരിക്കുന്നു. അവർക്ക് കിട്ടുന്ന കൂലിയും ശമ്പളവും മേടിച്ച് അവിടെ റഷ്യൻ സേനയിൽ പ്രവർത്തിച്ച് ഉക്രൈനിലെ സൈന്യത്തിനെതിരെ പട നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അവർ കരാറെടുത്ത് അവിടേക്ക് പോകുമ്പോൾ കൊടുത്തിരിക്കുന്ന ഉറപ്പ് അവരെ സൈന്യത്തിന്റെ മുന്നണിയിലേക്ക്, വാർ ഫ്രണ്ടിലേക്ക് നിയോഗിക്കില്ലെന്നാണ്. പക്ഷെ വരുന്ന റിപ്പോർട്ട്, ജമ്മു കാശ്മീരിൽ നിന്ന് പോയ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അത് യുദ്ധമുന്നണിയിൽ വെച്ചാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഓർത്തു നോക്കുക, ഗുജറാത്തിൽ നിന്ന് 100 കണക്കിന്, 1000-കണക്കിന് ചെറുപ്പക്കാർ റഷ്യൻ സേനയിൽ ഹെൽപ്പർമാരായി പണിയെടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ രാജ്യത്തെ ചെറുപ്പക്കാരുടെ ജീവിതത്തിന്റെ സ്ഥിതി എന്താ? ഈ ഗുജറാത്തിൽ നിന്നും ഹരിയാനയിൽ നിന്നും കേരളത്തിൽ നിന്നടക്കം 10,000-കണക്കിന് ചെറുപ്പക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പിലേക്ക്. എന്തിനാണ് പോകുന്നത്? നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പറയുന്നത്, വിദേശ സർവകലാശാല ഇവിടെ സ്ഥാപിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ബ്രെയിൻ ഡ്രെയിനേജ്, അതായത് തലച്ചോറിൻ്റെ പ്രവാഹം മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കാനാണെന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിനാണോ പോകുന്നത്? യൂറോപ്പിലേക്ക്, കാനഡയിലേക്ക് ഈ ആയിരങ്ങൾ, 10,000-ങ്ങൾ, ലക്ഷങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ? നിങ്ങൾ ഓർത്തു നോക്കുക. അമ്മമാരും അച്ഛന്മാരും വരെ പറഞ്ഞയക്കുക, ലക്ഷക്കണക്കിന് രൂപ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തവരെ പറഞ്ഞയക്കുക. ഇങ്ങനെ പറഞ്ഞയക്കുന്ന ചെറുപ്പക്കാരനെ
ഇനി ജീവിതത്തിൽ കാണാനാവില്ലെന്ന് ഉറപ്പാണ്. അവർ ആ രാജ്യങ്ങളിലെത്തി അവിടുത്തെ പൗരത്വം നേടി അവിടെ ജീവിക്കാൻ പോവുകയാണ്. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളെ കടമെടുത്തിട്ട് തങ്ങളുടെ ജീവിതത്തിന്റെ വാർദ്ധക്യകാലത്ത് അവരെ കാണാനേ ആവില്ല എന്ന സ്ഥിതിവിശേഷമാണ് എന്ന് ഉറപ്പിച്ചിട്ട് പോലും അത്രയും അനിശ്ചിതത്വം നിലനിൽക്കുന്നു ഈ രാജ്യത്തെന്നുള്ളതുകൊണ്ടാണ് മക്കളെ പറഞ്ഞയക്കുന്നത്. ഓരോ അച്ഛനും അമ്മയും പറഞ്ഞയക്കുന്നത്. ഇതാണ് ഈ രാജ്യത്തിന്റെ സ്ഥിതിവിശേഷം. രാജ്യത്തിന്റെ റെയിൽവേ സ്റ്റേഷനുകൾ, ദീർഘദൂര ട്രെയിനുകൾ കുത്തി നിറയ്ക്കപ്പെട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കുടിയേറ്റ തൊഴിലാളികൾ. സർക്കാരിന്റെ കണക്ക് വന്നിട്ടുണ്ട്. 45 കോടി പേർ ഇന്ത്യയിൽ കുടിയേറ്റ തൊഴിലാളികളാണ്. ഒന്നും രണ്ടുമല്ല, ഇത് ഈ നാടിന്റെ യാഥാർത്ഥ്യമാണ്. മോദി മറച്ചു വെക്കാൻ താല്പര്യപ്പെടുന്നതാണ്. എന്തിനാണ് പ്രിയ സുഹൃത്തുക്കളെ ഇത്രയും വലിയൊരു പ്രചാരണം? അത്ഭുതകരമായ, അതിശയിപ്പിക്കുന്ന പ്രചാരണം, നമുക്ക് വിശ്വസിക്കാനാവാത്ത പ്രചരണം എല്ലാ തലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേജ് മാനേജ്മെന്റ് ഷോകൾ. അദ്ദേഹം സമുദ്രത്തിനടിയിലേക്ക് പോകുന്നു, അവിടെ പോയി ഫോട്ടോഷൂട്ട് നടത്തുന്നു. അദ്ദേഹം ഗുഹയിലേക്ക് പോകുന്നു, അവിടെ ഫോട്ടോഷൂട്ട് സംഘടിപ്പിക്കുന്നു. രാജ്യത്തിന്റെ റെയിൽവേ സ്റ്റേഷനുകൾ മുതൽ എല്ലാ പൊതുസ്ഥലങ്ങളിലും മോദിയെ പ്രദർശിപ്പിക്കുന്നു. എന്തിനാണ് ഈ പ്രചരണം? മോദിക്കും സഹപ്രവർത്തകർക്കും അറിയാം ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ അത്രമേൽ ക്രൂരമാണെന്നതിനാലാണ്. ആ ക്രൂരത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഭരണത്തിനെതിരെ വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ പ്രചരണ പ്രളയം സംഘടിപ്പിക്കുന്നത്. കോടിക്കണക്കിന് രൂപ രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ളതുകൊണ്ടാണ് നാം അത് കാണുകയാണ്. അത്ര ഭയാനകമായ സ്ഥിതിവിശേഷം നിങ്ങൾ ഓർത്തു നോക്ക്. കേവലം 60,000 തസ്തിക, കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് 50 ലക്ഷം ചെറുപ്പക്കാർ അപേക്ഷ സമർപ്പിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് യു പിയുടെ സ്ഥിതി? ഈ യു പി ആണ്, ഉത്തർപ്രദേശാണ് ഏറ്റവും മാതൃകാപരമെന്ന് അവർ വാഴ്ത്തുന്നത്. ആ യു പിയുടെ സ്ഥിതി എന്താണ് നിങ്ങൾ ഓർക്കുക. ഇതാണ് യഥാർത്ഥ സ്ഥിതി. അവർ ധാർമ്മികതയെക്കുറിച്ച് പ്രസംഗിക്കുന്നു BJP. ഇന്ത്യയിൽ 10 വർഷത്തെ ചരിത്രത്തിൽ അത്രമേൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതാണ് പറയുന്നത്. ആ ധാർമ്മികതയുടെ ചിത്രം നമ്മൾ കണ്ടില്ലേ? മിനിഞ്ഞാന്ന് പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ പത്രം ലോണ്ട്രി ന്യൂസ് എന്ന് പറയുന്ന ആ പത്രം പുറത്തു കൊണ്ടുവന്ന വാർത്ത നമ്മൾ കണ്ടില്ലേ? 335 കോടി രൂപ. അത് ഇലക്ട്രൽ ബോണ്ടിലൂടെ വാങ്ങിയ തുകയിൽ ഇലക്ട്രൽ ബോണ്ടിലൂടെ മേടിച്ചത് 6,000 കോടി രൂപയാണ്. 335 കോടി രൂപ ഇന്ത്യയിലെ 23 കമ്പനികളിൽ നിന്ന് BJP വാങ്ങിയിരിക്കുന്നു. വാങ്ങി എന്നുള്ളതല്ല വിഷയം. എന്താണ് ആ വാങ്ങിയിരിക്കുന്നത്? എവിടെയാ? ഈ 23 കമ്പനികൾക്കെതിരെ EDയും CBIയും അതേപോലെ ഏജൻസികൾ അന്വേഷണം തുടങ്ങിയതിന് ശേഷം ആ കമ്പനികളെ ഭീഷണിപ്പെടുത്തി വിരട്ടി അവരുടെ പാർട്ടി ഓഫീസിൽ തുക കൊണ്ട് അടപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓർത്തു നോക്കുക. ഇത് ചർച്ചയ്ക്കെടുക്കണ്ടേ? ഈ രാജ്യത്ത് ചർച്ചയ്ക്കെടുക്കേണ്ട പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ എന്താ ചെയ്യുക? എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ജനങ്ങളുടെ പ്രക്ഷോഭത്തിനെ വിഷയങ്ങളാക്കി ഉയർത്തിക്കൊണ്ടുവരേണ്ടവയാണ്. ഓർക്കുക നിങ്ങൾ, ഒരു കമ്പനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു ED. വായ്പ കൊടുക്കാത്ത കമ്പനികൾ, സംഭാവന കൊടുക്കാത്ത കമ്പനികൾക്കെതിരെ ED അന്വേഷണം പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നു, റെയ്ഡ് നടത്തുന്നു. റെയ്ഡ് നടത്തി കേസ് രജിസ്റ്റർ ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ ആ കമ്പനിയുടെ മേലാളന്മാർ കോടിക്കണക്കിന് രൂപയുമായി BJPയുടെ ഓഫീസിലെത്തുന്നു, ഒത്തുതീർപ്പുണ്ടാക്കുന്നു. അങ്ങനെ കേസ് അവസാനിക്കുന്നു. ഇതാണ് ധാർമ്മികത. കഴിഞ്ഞ 10 വർഷത്തിനകം മോദി വിലയ്ക്ക് വാങ്ങിയത് 400 MLA-മാരെയാ. 400 MLA-മാരെ, മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ 400 MLA-മാരെ കൂടി അവർ കൂറ് മാറ്റിയിരിക്കുന്നു, ചേരി മാറ്റിയിരിക്കുന്നു. ധാർമ്മികതയാണ്. ആ ധാർമ്മികതയെ നമ്മൾ കാണുന്നത് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ. എന്ത് ധാർമ്മികതയാ? ഇലക്ട്രൽ ബോണ്ടിനെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ സുപ്രീം കോടതി പുറത്തു കൊണ്ടുവന്നു. എന്താണ് ഇലക്ട്രൽ ബോണ്ട്? ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടിൽ ഒരു വിധി പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? മാർച്ച് 15-നുള്ളിൽ ഈ സംഭാവന നൽകിയവരുടെ പേരും വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതെന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞിരിക്കുക. ഇത് തമാശ എന്തെന്നറിയുമോ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്ന, അവർ പുറപ്പെടുവിക്കുന്ന കടപ്പത്രം, ബോണ്ട്, അത് പോയി വാങ്ങുന്നത് നേരെ അംബാനിയോ അദാനിയോ പോയി വാങ്ങുകയല്ല ചെയ്യുന്നത്. KYC അക്കൗണ്ടുള്ള ആർക്കും പോയി ബോണ്ട് വാങ്ങാം.
ഏതൊരാൾക്കും വാങ്ങാം. അയാൾ പോയി ബോണ്ട് വാങ്ങും, പണം കൊടുക്കണ്ടല്ലോ. ബോണ്ട് എത്ര വേണേലും മേടിക്കാം, 1 കോടി 10 കോടി വരെയുള്ള ബോണ്ടുകളുണ്ട്. ആ ബോണ്ടുകൾ വാങ്ങി ഒരു മുതലാളി അയക്കുന്ന ഒരു ഏജന്റ് പോയി പണം വാങ്ങുന്നു. അയാളുടെ പേരാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. അയാളുടെ പേരെ രേഖപ്പെടുത്തൂ. ആ ബോണ്ട് അദാനിക്ക് കൊണ്ട് കൊടുത്താൽ അദാനി അത് ഫില്ല് ചെയ്ത് അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കും. ആ രാഷ്ട്രീയ പാർട്ടി അത് അക്കൗണ്ട് വഴി അവരുടെ പണം ആ അക്കൗണ്ടിലേക്ക് ചേർക്കും. ഈ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞതുപോലെ മാർച്ച് 15 ലിസ്റ്റ് കൊടുത്താലും BJPക്ക് പണം കൊടുത്ത മുതലാളിമാരുടെ പേര് വിവരങ്ങൾ പുറത്തു വരില്ല. ധാർമ്മികത എവിടെയാണ്? 6500 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട്, കമ്പനി നിയമം മാറ്റി, ജനപ്രാതിനിധ്യ നിയമം മാറ്റി, എല്ലാ നിയമങ്ങളും, ആദായ നികുതി നിയമം പൊളിച്ചെഴുതി. ആ ബോണ്ട് കൊണ്ടിരുന്ന സമയത്ത് രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, റിസർവ് ബാങ്ക് പറഞ്ഞു, ഇത്തരത്തിലൊരു മാറ്റം ഒരു കാരണവശാലും നീതിക്ക് നിലനിൽക്കുന്നതല്ല. ജനങ്ങളിത് മറച്ചു വെക്കുന്നതിൻ്റെ അപകടം എന്താണ്? ആരാണ് സംഭാവന കൊടുത്തതെന്ന് വെളിപ്പെടുത്തേണ്ടതില്ല. അതിനുമുമ്പ് വരെ നിലനിന്ന നിയമം എന്തായിരുന്നു? 20,000 രൂപ വരെ സംഭാവന വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ആര് തന്നു എന്നുള്ളത് 20,000 രൂപയ്ക്ക് മേലുള്ള സംഭാവന വെളിപ്പെടുത്തണം. ആരാണ് നൽകുന്നതെന്ന് വെളിപ്പെടുത്തണം. ബഹുജനങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ വെളിപ്പെടുത്തണം. അങ്ങനെ ഉണ്ടായിരുന്നു. അത് മാറ്റിയെടുത്തു ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നപ്പോൾ. എവിടെയാണ് ധാർമ്മികത? എവിടെയാണ് അഴിമതിരഹിതമായ പോരാട്ടം? ഈ വൻകിട മുതലാളിമാർക്ക് ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ നിങ്ങൾക്കറിയുമോ? അദാനി ഇപ്പൊ തിരുവനന്തപുരം എയർപോർട്ടിന്റെ ഓപ്പറേറ്റർ അല്ലേ? അദാനി തിരുവനന്തപുരം എയർപോർട്ടിന്റെ ഓപ്പറേറ്ററാണ്. അദാനി തിരുവനന്തപുരം എയർപോർട്ടിന്റെ മാത്രമല്ല, ബോംബെയുടെ ഓപ്പറേറ്ററാണ്. ഈ അദാനി ഓപ്പറേറ്റർ ആകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം എങ്ങനെയാണ് ഒരുങ്ങിയത്? ആദ്യഘട്ടത്തിൽ ഗവൺമെന്റ് സ്വകാര്യ ശക്തികളെ ബിഡ് ചെയ്തു, അവരെ ലേലത്തിലേക്ക് വിളിച്ചു, അവർക്ക് അപേക്ഷ കൊടുക്കാവുന്ന സാഹചര്യം കൊടുത്തു. പക്ഷേ അന്ന് ഈ ബിഡിൻ്റെ ഡേറ്റിൻ്റെ തലേ ദിവസം രാത്രിയിൽ വൈകുന്നേരത്തോളം ആയപ്പോൾ എന്ത് ചെയ്തു? അതുവരെ ഉണ്ടായിരുന്ന വ്യവസ്ഥ എന്തായിരുന്നു? എയർപോർട്ടുകൾ മാനേജ് ചെയ്തതിൽ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ആ വ്യവസ്ഥ അങ്ങ് റദ്ദ് ചെയ്തു. ആ വ്യവസ്ഥ വെച്ചാൽ അദാനിക്ക് ഒരു കാരണവശാലും എയർപോർട്ട് ഓപ്പറേറ്റർ ആകാൻ പറ്റില്ല. രായ്ക്ക് രാമാനം ഇന്ത്യയിലെ നിരവധിയായ എയർപോർട്ടുകളുടെ ഓപ്പറേറ്ററായി അദാനി മാറിയത് ഈ ലേല വ്യവസ്ഥയിലെ വ്യവസ്ഥ മാറ്റിയതിനെ തുടർന്നാണ്. അഴിമതിയല്ലേ? നിങ്ങൾ ഓർക്കുക, 10 രൂപയുടെ പാരസെറ്റമോൾ ഗുളിക വിൽക്കുന്ന ഒരു സിപ്ല കമ്പനി എത്ര രൂപയാണ് കമ്മീഷൻ കൊടുക്കുക? 10 രൂപയുടെ പാരസെറ്റമോൾ ഗുളിക വിൽക്കുന്ന ഒരു മുതലാളി, ആ മുതലാളി, അങ്ങനെ ചെയ്യുന്ന മുതലാളി ഇന്ത്യയിലെ 6ലധികം വിമാനത്താവളങ്ങളുടെ ഓപ്പറേറ്റിംഗ് നടത്താനുള്ള അവകാശം അദാനിക്ക് ലഭിക്കുമ്പോൾ അദാനി എത്ര കോടി രൂപ കൊടുത്തിട്ടുണ്ടാവും? അഴിമതിയാണ്. ഈ രാജ്യത്ത് BJPക്ക് ധാർമ്മികതയെക്കുറിച്ച് പ്രസംഗിക്കാനാവില്ല. അതാണ് സാഹചര്യം. ജനങ്ങളുടെ ജീവിതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. ജനങ്ങളുടെ ജീവിതം ഇത് ചർച്ചയ്ക്കെടുക്കാൻ ഈ രാജ്യത്തെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ തയ്യാറാവുന്നില്ലെന്നുള്ളത് കൊണ്ടാണ് BJP ഈ വിധത്തിൽ പോകുന്നത്, നെകളിക്കുന്നത്. അടുത്ത മടങ്ങിവരവിനെ കുറിച്ച് അവർ പ്രഭാഷിക്കുന്നത് കൊണ്ടാണ്. എവിടെ ചർച്ച ചെയ്യപ്പെടുന്നു? ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ചയെടുക്കുന്നുണ്ടോ? നോട്ട് നിരോധനം സൃഷ്ടിച്ച പ്രശ്നങ്ങൾ ചർച്ചയ്ക്കെടുക്കുവോ? എന്തിന് ഈ സമകാലിക പ്രശ്നങ്ങൾ? നിങ്ങൾ ഓർക്കുക, ഗംഗയിലും യമുനയിലും 2021 ഒഴുകി നടന്ന മൃതശരീരങ്ങൾ, കോവിഡ് കാലത്ത് ഒഴുകി നടന്ന മൃതശരീരങ്ങൾ ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ ഉൾപ്പെടെയുള്ളവരുടെ മൃതശരീരങ്ങളാണ്. നായകൾക്ക് തിന്നാൻ, പക്ഷികൾക്ക് കൊത്തിവലിക്കാൻ ഇട്ടുകൊടുത്ത ആ മൃതശരീരങ്ങൾ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ കുറ്റകരമായ വീഴ്ചയുടെ അനാസ്ഥയുടെ പ്രതീകങ്ങളായിരുന്നു. എവിടെ ചർച്ചയ്ക്കെടുക്കുന്നു? ചർച്ചയ്ക്കെടുക്കപ്പെടുന്നില്ല. 5 ലക്ഷം പേരാണ് കോവിഡ് കാലത്ത് മരണപ്പെട്ടത്. ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഗവർണർ സത്യപാൽ മാലിക്കിന്റെ വീട്ടിൽ ഇപ്പോൾ CBI റെയ്ഡിന് ചെന്നിട്ടുണ്ട്. കാശ്മീർ ഗവർണറായിരുന്ന ആളാണ് ഗവർണർ സത്യപാൽ മാലിക്. ആ സത്യപാൽ മാലിക് കഴിഞ്ഞ വർഷം പത്രക്കാരോടൊരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു? പുൽവാമ ആക്രമണം ഒരു സിസ്റ്റമിക് ഫെയിലിയർ ആയിരുന്നു എന്ന് പറഞ്ഞു. ഒരു സിസ്റ്റമിക് ഫെയിലിയറാണ് എന്ന് പറഞ്ഞാൽ വ്യവസ്ഥയുടെ ഭരണ സംവിധാനത്തിന്റെ പരാജയമാണ്. പറഞ്ഞതാരാ? 40 സൈനികർ പുൽവാമയിൽ കൊല ചെയ്യപ്പെടുന്ന സമയത്ത് ഗവർണറായിരുന്ന ആളാണ് സത്യപാൽ മാലിക്. ആ സത്യപാൽ മാലിക് പറഞ്ഞാൽ അതിന് വിശ്വസനീയതയുണ്ട്. ആ പുൽവാമ ആക്രമണത്തിന്റെ വേള അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ്
പാകിസ്ഥാനിലേക്ക് ബലാക്കോട്ട് ആക്രമണം നടത്തി 2019 പൊതു തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മുഴുവൻ ദേശസ്നേഹത്തിൻ്റെ അന്ധമായ വികാരം കത്തിയാൾ ചോട്ട് നേടി അധികാരത്തിൽ വന്നത്. അതിനെ സംബന്ധിച്ച് കാശ്മീരിലെ മുൻ ഗവർണർ പറഞ്ഞത് സത്യമാണ്, യാഥാർത്ഥ്യമാണെങ്കിൽ നിങ്ങൾ ഓർക്കുക. ആ പുൽവാമ ആക്രമണം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പറഞ്ഞതിൻ്റെ വരികളിലൂടെ വായിച്ചാൽ പറഞ്ഞത്, അദ്ദേഹം അമിത്ഷായെ വിളിക്കുന്നു, നരേന്ദ്രമോദിയെ വിളിച്ചിട്ട് കിട്ടിയില്ല. അദ്ദേഹം പറയുന്നു ഫ്ലൈറ്റ് ഏർപ്പെടുത്തണം, സൈനികരെ കൊണ്ടുപോകാൻ, വാഹനത്തിൽ കൊണ്ടുപോയാൽ പറ്റില്ല. അത് പക്ഷെ തയ്യാറായില്ല. സൈനികരെ കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നോ എന്ന് പോലും സന്ദേഹിക്കത്തക്ക വിധത്തിൽ എവിടെ ചർച്ചയ്ക്ക് എടുക്കപ്പെടുന്നു? ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്ന കർഷകരുടെ സ്ഥിതിവിശേഷം ചർച്ചയ്ക്കെടുക്കുവോ? ചർച്ചയ്ക്കെടുക്കില്ല. നോക്കൂ നിങ്ങൾ, കർഷക സമ്മാൻ എന്താണ്? പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ വർഷം 6000 രൂപ. വർഷം 6000 രൂപ പറഞ്ഞാൽ ഒരു ദിവസം 500 രൂപയാണ്. ഒരു ദിവസം 500 രൂപയാണ്. ഒരു മാസം 500 രൂപയാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 16 രൂപയെ വരുള്ളൂ. ആ കൊടുക്കുന്ന പ്രധാനമന്ത്രിയുടെ കൃഷി സമ്മാൻ ഭയങ്കര പ്രചരണമാണ്. പക്ഷെ നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാസവളത്തിന്റെ വില എത്ര വർദ്ധിച്ചു? ഒരു ചാക്കിന് എത്ര വർദ്ധിച്ചു? നിങ്ങൾ കണക്കെടുക്കുക, പരിശോധിക്കുക. കൃഷിച്ചെലവ് താങ്ങാനാവാതാക്കി. എല്ലാ കർഷകന്റെ 6000 രൂപ വെച്ചല്ല, 10000 രൂപ വെച്ച് തിരിച്ചു പിടിക്കത്തക്ക വിധത്തിൽ എല്ലാ ചെലവും വർദ്ധിപ്പിച്ചു. അങ്ങനെ കൃഷിക്കാരൻ്റെ പോക്കറ്റിൽ കിടന്ന പണം. അതുമാത്രമാണോ? ഡീസലിൻ്റെ വില കൂടി. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയാൽ, പ്രത്യേകിച്ച് പഞ്ചാബ് ഹരിയാന പ്രദേശങ്ങളിൽ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ട്, ഗോതമ്പ് പാടങ്ങളിൽ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡീസൽ മോട്ടോറുകളാണ്, ഡീസൽ പമ്പുകളാണ്. അവിടെ ഉപയോഗിക്കുന്നത് ഡീസലാണ്. ആ ഡീസലിൻ്റെ വില 50 രൂപ 100 രൂപയായി. കർഷകർ എത്ര കോടികളായിരിക്കും ചെലവഴിച്ചിട്ടുണ്ടാവുക? കർഷകർ വാങ്ങുന്ന ഈ സാമഗ്രികൾ എത്ര കോടിയുടെ GST എടുത്തിട്ടുണ്ടാവും? ഈ സർക്കാർ കൊണ്ടുവന്ന GST, പിടിച്ചു പറിക്കുന്ന GST 28%. കൊള്ളയടിക്കുകയാണ് ഈ രാജ്യത്തെ കർഷകരെയും സാധാരണക്കാരനെയും. അങ്ങനെ കർഷകരെ കൊള്ളയടിച്ച് ലക്ഷക്കണക്കിന് കോടി രൂപ ഉണ്ടാക്കുമ്പോൾ അതിലേതാനും ഉച്ഛിഷ്ടമെടുത്ത്, ഏതാനും തുകയെടുത്ത് നാട്ടുകാരന് കൊടുത്തിട്ട് അത് പ്രചരിപ്പിക്കും, പണം മുടക്കി. CAG പറഞ്ഞത് പറക്കാല പ്രഭാകരന്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചില്ലേ? എന്താണ്? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ആ പ്രോജക്റ്റിന് വേണ്ടി നീക്കിവെച്ച തുകയിൽ 80% പരസ്യത്തിന് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത്. 80% പരസ്യത്തിന് വേണ്ടിയിട്ടാണ്. പെൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി തുക നീക്കി വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. ആ തുക പെൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ല നീക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനൊരു പദ്ധതി നടപ്പാക്കിയത് നാട്ടുകാർക്കിടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ പ്രചരണവും ഇങ്ങനെയാണ്. കോടിക്കണക്കിന് രൂപ പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നാട്ടുകാരൻ്റെ പണം എടുത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പ്രചരിപ്പിച്ചത് സ്ഥാപിക്കുക. വലിയ തട്ടിപ്പാണ് നടക്കുന്നത്, വലിയ തട്ടിപ്പാണ്. നിങ്ങൾ വിമാനത്താവളത്തിൽ ചെന്നാൽ ഏത് പ്രദേശത്ത് ചെന്നാലും കാണാം ഉജ്ജ്വൽ യോജന പദ്ധതി. കാണാറില്ലേ ഉജ്ജ്വൽ യോജന? എന്താണ്? സ്ത്രീകൾക്ക് കൊടുക്കുന്ന സഹായം. നമുക്കിതറിയത്തില്ല എങ്ങനെയാണ് LPG സ്ത്രീകൾക്ക് മാത്രമുള്ള സഹായമാകുക. അതങ്ങനെയാണ് അവതരിപ്പിക്കുക. അതാണ് രസം. വീട്ടിൽ അടുക്കളയിലുള്ളത് സ്ത്രീയാണല്ലോ എന്നുള്ള കണക്കൂട്ടിലായിരിക്കും. എന്നിട്ട് പ്രചരിപ്പിക്കുക ഉജ്ജ്വൽ യോജന. സൗജന്യമായി സിലിണ്ടർ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സൗജന്യമായി ആദ്യത്തെ കണക്ഷൻ കൊടുക്കും. ആദ്യത്തെ കണക്ഷൻ സൗജന്യമായിട്ട് കൊടുക്കും. പിന്നെ അവൻ മാർക്കറ്റിലെ വില കൊടുത്ത് ഈ 10 കോടി പേർക്ക് ഇത് കൊടുത്തെന്ന് പറയുമ്പോൾ 10 കോടി പുതിയ ഉപഭോക്താക്കളുണ്ടായി. നിങ്ങൾ ഓർക്കുക, ജിയോ പണ്ട് സിമ്മ് കൊടുത്ത് ഓർമ്മയുണ്ടല്ലോ, നാട്ടുകാരെ പറ്റിക്കാൻ സിമ്മ് കൊടുത്തു, എല്ലാവർക്കും സിമ്മ് കൊടുത്തു, സൗജന്യമായി സിമ്മ് കൊടുത്ത് എല്ലാവർക്കും. അങ്ങനെ ജിയോ മുതലാളി സിമ്മ് കൊടുത്ത് നാട്ടുകാരെ മുഴുവൻ ജിയോയുടെ കൺസ്യൂമേഴ്സ് ആക്കിയതിന് ശേഷം അവൻ്റെ രൗദ്രരൂപം പിന്നെ നമ്മൾ കണ്ടു അല്ലേ? ഇപ്പൊ പിടിച്ചു പറിക്കുക ജിയോ ഈ നെറ്റ് ബിസിനസിന്റെ പേരിൽ. അതേ രീതി ചെയ്യുന്നു മോദി. സൗജന്യ കണക്ഷൻ കൊടുക്കുകയാണ്. കണക്ഷൻ കൊടുക്കുന്നു പറയും. ആ സൗജന്യ കണക്ഷൻ സ്വീകരിക്കുന്ന ആളുകൾ തുടർന്ന് റീഫില്ല് ചെയ്യേണ്ടുന്നത് മോദി ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന 1100 രൂപയ്ക്കാണ് ഒരു സിലിണ്ടറിന്. ഓർക്കുക, 440 രൂപയുണ്ടായിരുന്നുള്ളൂ ഒരു ഗ്യാസ് സിലിണ്ടറിന്. അത് 1100 രൂപയായി. വ്യത്യാസം എത്ര? 550 രൂപയുടെ വ്യത്യാസം, 560 രൂപയുടെ വ്യത്യാസമാണ്. ആ 560 രൂപയുടെ അധിക വിലയ്ക്ക് 10 കോടി പേരെ കൂടെ ഇത് വാങ്ങാൻ ഉപഭോക്താക്കളാക്കി കൺസ്യൂമേഴ്സ് ആക്കുകയാണ് ചെയ്തത്. എന്നിട്ടത് പ്രചരിപ്പിക്കും. എന്താണ്? നാട്ടുകാർക്ക് സൗജന്യം കൊടുത്തിരിക്കും. ഇപ്പം ഞെട്ടിപ്പിക്കുന്ന കണക്ക് പുറത്തു വന്നിരിക്കുന്നു. എന്താണ്? പാർലമെന്റിൽ ഇത്തവണ നടന്ന ചർച്ചയിൽ നിന്നാണ്. ഉജ്ജ്വൽ യോജന പദ്ധതി ചേർന്ന 10 കോടി പേരിൽ 3 കോടി പേര് റീഫിൽ ചെയ്യുന്നില്ല. റീഫിൽ ചെയ്യാൻ അവരുടെ പണമില്ല. അപ്പോൾ ഈ പ്രചാരണത്തിലൂടെ മറച്ചു വയ്ക്കുകയാണ്, കബളിപ്പിക്കുകയാണ്.
ഈ രാജ്യത്ത് നമ്മൾ വലിയൊരു പ്രചാരണമാണ് മോദി ഗവൺമെൻറ്റിന്, പ്രത്യേകിച്ച് വടക്കേന്ത്യയില്ല. ഇവിടെ അത് പറയില്ല. ഇവിടെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. വടക്കേന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കുന്ന എന്താണ്? രാജ്യത്തെ 100% ഗ്രാമങ്ങളും വൈദ്യുതീകരിച്ച ഭരണം. മോദിയാണ് വൈദ്യുതീകരിച്ചത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എനിക്കല്പം ക്ഷീണമുണ്ട്, എനിക്ക് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ പറയും. രാജ്യത്തെ മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിച്ചത് മോദിയാണ്. അതാണ് അവരുടെ പ്രചരണം. പക്ഷേ യാഥാർത്ഥ്യം എന്താ? 2014 ഇവർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ രാജ്യത്തിൻ്റെ 97% വൈദ്യുതീകരിക്കപ്പെട്ടു കഴിഞ്ഞു. വെറും 3% മോദിയുടെ കാലത്ത് വൈദ്യുതീകരിച്ചത്. ആ വൈദ്യുതീകരിച്ചതിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? രാജ്യം മുഴുവൻ വൈദ്യുതീകരിച്ചത്, 100% വൈദ്യുതീകരിച്ചത് മോദിയാണെന്ന് പ്രചരിപ്പിക്കും. ഈ പ്രചാരണമാണ് നടക്കുന്നത്. ഇത് വികസനമല്ല. വികസനം ആർക്കാണ് നമ്മൾ കാണുന്നുണ്ട്? മുതലാളിമാർക്കാണ് വികസനം. സാധാരണ മുതലാളിമാരില്ല. അവരുടെ എണ്ണം 116 ഇപ്പം 160 എത്തിയിട്ടുണ്ട്. കോടീശ്വരന്മാർ. സമ്പത്ത് മുഴുവൻ അവരുടെ കയ്യിലേക്കാണ് ചെന്ന് ചേരുന്നത്. ഞെട്ടിപ്പിക്കുന്ന അസമത്വമാണ്. ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമ്പത്തിൻ്റെ 45% 1% കൈവശമാണ്. അതാണ് ഓക്സ്ഫാമിൻ്റെ കണക്ക്. ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നു. അസമത്വത്തിൻ്റെ കണക്കുകൾ പുറത്തു വരുന്നു. യാഥാർത്ഥ്യം അതാണ്. ജനങ്ങൾ തെണ്ടി അലയുകയാണ്. ഇപ്പോൾ കൊണ്ടിരുന്നു ഭാരതരി. കേരളത്തിലെ FCIക്ക് കൊടുത്തുകൊണ്ടിരുന്ന അരി റദ്ദാക്കുകയും സ്പോട്ടിൽ നമുക്ക് FCI ആയിട്ട് ലേലത്തിൽ പങ്കെടുത്ത് ഇവിടേക്ക് അരി മേടിക്കാൻ പറ്റുമായിരുന്നു 18 രൂപയ്ക്കും 16 രൂപയ്ക്കും. ആ സാഹചര്യം ഇല്ലാതാക്കി ആ അരി 29 രൂപയ്ക്കാക്കി വിറ്റുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രചരണത്തിനായി ജനങ്ങളെ രാഷ്ട്രീയ ബോധ നിലവാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര ആപൽക്കരമായ ഒരു സ്ഥിതിവിശേഷമാണ്. യാഥാർത്ഥ്യം എവിടെ? യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എവിടെ? അതാണ് നാം ചിന്തിക്കുന്നത്. പക്ഷേ ഇത് ചർച്ചയ്ക്കെടുക്കപ്പെടുന്നില്ല. ആര് ചർച്ചയ്ക്കെടുക്കാനാ? നമ്മുടെ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ചർച്ചയ്ക്കെടുക്കുക. അദ്ദേഹത്തിൻ്റെ വീരശൂര പരാക്രമ സമരം. എന്താ സമരത്തിൻ്റെ പേര്? സംസ്ഥാന ഗവൺമെൻറ്റിന് വായ്പാ പരിധി വർദ്ധിപ്പിക്കാനായിട്ട് അദ്ദേഹം ഡൽഹിയിൽ പോയി സമരം നടത്തും. വായ്പാ പരിധി വർദ്ധിപ്പിക്കുക ഡിമാൻഡാ. അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് മറ്റൊന്നുമല്ല. നിങ്ങൾ ഓർക്കുക, സംസ്ഥാനത്തിന് കൂടുതൽ വായ്പ എടുക്കാൻ അനുവദിക്കണം, കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണം. ഇതൊക്കെയാണ് മുദ്രാവാക്യം. എവിടെയാണ് മുദ്രാവാക്യം? കൃഷിച്ചെലവിന് ആനുപാതികമായി താങ്ങുവില നിശ്ചയിക്കുവാൻ C2+50%. അതായിരുന്നില്ലേ? എന്താണോ ഉൽപാദന ചെലവ്, ആ ഉൽപാദന ചെലവിൻ്റെ കൂടെ 50% അധികമായി ഇടുന്നതാണ് ആയിരിക്കണം താങ്ങുവില. എവിടെയാണ് ആ താങ്ങുവില? കൊടുത്തിട്ടില്ല. കർഷകർ ഇപ്പോൾ ഉന്നയിക്കുന്ന 23 ഇനങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുന്നത് നിയമപരമായി പ്രഖ്യാപിക്കണമെന്നാണ് പറയുന്നത്. പിണറായി വിജയൻ അത് ഉന്നയിക്കണ്ടേ? പിണറായി വിജയൻ അത് ഉന്നയിക്കുന്നില്ല. അത് ചർച്ചയ്ക്കെടുക്കുന്നില്ല. അവർ ചർച്ചയ്ക്കെടുക്കാൻ താല്പര്യമില്ല. NEP-ക്കെതിരെ സമരം ചെയ്യുമോ? ഇല്ല. കരി നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുമോ? ഇല്ല. UAPA പ്രകാരം ഈ രാജ്യത്ത് അകത്ത് കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ആ കേസുകളിൽ നിങ്ങൾ ഓർക്കുക, UAPA നിയമം കൊണ്ടുവന്നിട്ട് വർഷങ്ങൾ എത്രയും കോൺഗ്രസിന്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. ആ UAPA പ്രകാരം അറസ്റ്റ് ചെയ്ത കേസുകളിൽ ഇന്നുവരെയുള്ള കേസുകളിൽ ശിക്ഷിച്ചിരിക്കുന്നത് 3% ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് 3%. ബാക്കി 97% ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ കള്ളക്കേസ് കുടുക്കി അകത്തിട്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളെ. UAPA എതിർക്കേണ്ട മിസ്റ്റർ പിണറായി വിജയൻ, എതിർക്കേണ്ടെന്ന പിണറായി വിജയൻ ആ UAPA കേരളത്തിൽ നടപ്പാക്കിയില്ലേ? കേരളത്തിൽ നടപ്പാക്കി. കരി നിയമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. തലമണ്ട അടിച്ചു പൊട്ടിക്കും പിണറായി വിജയൻ. ആരുടെ? ഒരു കരിങ്കൊടി കാണിക്കുന്നവൻ്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കും. ഒരു ഫാസിസ്റ്റിൻ്റെ അതേ സ്വഭാവം പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഫാസിസത്തിനെതിരെ പ്രക്ഷോഭം ശക്തിപ്പെടുക? നയങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അവർ അധികാരത്തിലിരുന്നുകൊണ്ട് ആവിഷ്കരിക്കുന്ന നയങ്ങൾ ഈ ഫാസിസ്റ്റ് നയങ്ങളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ ശക്തിപ്പെടുത്തും, മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. പക്ഷെ നമ്മൾ കാണുന്നത് ആ നയങ്ങൾ നടപ്പാക്കുന്നത് എല്ലാ രംഗത്തും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരൊറ്റ ഉദാഹരണം മതി. കേരളത്തിൽ KSRTC നടപ്പാക്കിയ സ്വിഫ്റ്റ് മാത്രം മതി. ഒരൊറ്റ നയം മാത്രം മതി അത് മനസ്സിലാക്കാൻ. എന്തിനാണ് സ്വിഫ്റ്റ് കൊണ്ടുവന്നത്? KSRTC. എന്താണ് സ്വിഫ്റ്റും KSRTC തമ്മിലുള്ള വ്യത്യാസം? KSRTCയുടെ സ്റ്റാൻഡുകളാണ് ഉപയോഗിക്കുന്നത്, KSRTCയുടെ വെബ്സൈറ്റാണ് ഉപയോഗിക്കുന്നത്. പിരിച്ചുകൊണ്ടിരുന്ന സ്വിഫ്റ്റിൻ്റെ പണം അടയ്ക്കുന്നത് KSRTCയിലാണ്. പിന്നെ എന്തിനാണ് ഈ KSRTC കൊണ്ടുവന്നത്? KSRTC സ്വിഫ്റ്റ് കൊണ്ടുവന്നത് ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്. ഒരേ ഒരു ലക്ഷ്യമാണ്. അതെന്താണ്? കരാർ നിയമനം നടത്താൻ വേണ്ടിയിട്ടാണ്. ഒരൊറ്റ തൊഴിലാളിയില്ല.
കേരളത്തിലെ ഇടതുപക്ഷ വിശ്വാസികളടക്കമുള്ള ആളുകൾ അറിയാവുന്ന വസ്തുതയാണ്. ഒരൊറ്റ തൊഴിലാളി ഒരൊറ്റ തൊഴിലാളി സ്ഥിര നിയമനമില്ല, കരാർ നിയമനം നടത്തുന്നതിനാണ് കൊണ്ടുവന്നത്. അപ്പോൾ മോദിയുടെ നയങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. മോദിയുടെ നയങ്ങൾ ഇവിടെ നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായും ഫാസിസ്റ്റ് ശക്തിക്കെതിരെയുള്ള പോരാട്ടം ദുർബലപ്പെടും. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അതിന്റെ അരിത്തമെറ്റിക് ഉപയോഗിച്ചുകൊണ്ട്, അതിന്റെ ഗണിതം ഉപയോഗിച്ചുകൊണ്ട് BJP നേരിടാനാവില്ല. പാർലമെന്റിലെ കണക്കൂട്ടുകൊണ്ട് പറ്റില്ല. അവസരവാദ മുന്നണികൾ ഉണ്ടാക്കുന്നുണ്ട്. BJPയുടെ നയത്തെ പരാജയപ്പെടുത്താനാവില്ല. BJPയുടെ നയം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരൊറ്റ സന്ദർഭത്തിലെ പരാജയപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ. അത് കർഷകരുടെ പോരാട്ടത്തിൽ അപ്പൊ സമരത്തിലൂടെ പരാജയപ്പെടുത്താൻ പറ്റും. കർഷകരത് തെളിയിച്ചതാണ്. പാർലമെന്റിൽ അവതരിപ്പിച്ച കർഷക വിരുദ്ധ നിയമങ്ങൾ, ആ നിയമങ്ങൾ പിൻവലിപ്പിക്കാൻ കർഷകർക്ക് കഴിഞ്ഞു. റിപ്പീൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അത് പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ സമരങ്ങൾക്കേ കഴിയൂ. ആ സമരം എവിടെയെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ? ഈ രാജ്യത്ത് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ എന്തെങ്കിലും പ്രക്ഷോഭത്തിന്റെ രംഗത്ത് വരുന്നുണ്ടോ? ദേശീയ ഗുസ്തി താരങ്ങൾ സമരത്തിന് വന്നു. ആ സമരത്തെ നെഞ്ചിലേറ്റിരുന്നെങ്കിൽ, ആ സമരത്തെ രാജ്യം മുഴുവൻ പ്രചരിപ്പിച്ചിരുന്നെങ്കിൽ മോദി ഗവൺമെന്റ് മുട്ടുകുത്തിയനെ. ഈ രാജ്യത്തെ 50-51% വരുന്ന സ്ത്രീകളുടെ മാത്രമല്ല, മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ, പുരുഷന്മാരിൽ ഉൾപ്പെടുന്ന ജനാധിപത്യ സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ പ്രക്ഷോഭം വളരുമായിരുന്നു. പക്ഷെ നമ്മൾ പ്രക്ഷോഭം കണ്ടില്ല. മറിച്ച് കാണുന്നതെന്താ? ഈ പാർലമെന്ററി അവസരവാദം. എങ്ങനെയെങ്കിലും സീറ്റ് സംഘടിപ്പിക്കുക, എങ്ങനെയെങ്കിലും ജയിച്ചെടുക്കുക. അതിനുവേണ്ടി നാണം കെട്ട എന്ത് കാര്യം ചെയ്യും. അവരവിടെ ഹിന്ദുത്വ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നു BJP എങ്കിൽ അതേ ലൈനിൽ തന്നെയാണ് പോകുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ലൈൻ അല്ലേ? മാറ്റമുണ്ടോ? ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ക്ഷേത്ര മാതൃകയാണ്. അതിൻ്റെ മാതൃകയാണ്. അദ്ദേഹം ചാനലിൽ പ്രഭാഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തോടൊപ്പം നമ്മൾ കാണുന്നത്, വടക്കേന്ത്യയിലെ ജനങ്ങൾ കാണുന്നത് രാമക്ഷേത്രത്തിൻ്റെ ചിത്രമാണ്. അത് കാണണം, എങ്കിലേ വോട്ട് വീഴൂ. അപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ അതേ രാഷ്ട്രീയമാണ്. ഇപ്പം കയ്യാലപ്പുറത്തിരിക്കുന്ന കമൽനാഥ് ഉണ്ടല്ലോ, തൊട്ടുമുമ്പത്തെ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് നയിച്ച ആളാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായി ഇരുന്നുകൊണ്ട് മധ്യപ്രദേശ് മുഴുവൻ പ്രചരിപ്പിച്ചതെന്തെന്നറിയുമോ? ഒറ്റ കാര്യമാണ് പറഞ്ഞത്. ഓർത്തോടുക, ബാബറി മസ്ജിദ് തുറന്നു തന്നത്, ഹിന്ദുക്കൾക്ക് തുറന്നു തന്നത് രാജീവ് ഗാന്ധിയാണ്. അവിടെ തുറന്നു തന്നതും അവിടെ പ്രതിഷ്ഠ നടത്താൻ, വിഗ്രഹം കൊണ്ടുവെക്കാനും അവിടെ പ്രതിഷ്ഠ നടത്താനും സാഹചര്യം ഒരുക്കിയത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന ക്ഷേത്രത്തിന്റെ പേരിൽ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് വോട്ട് ചെയ്യണം. ഇത് ഹിന്ദുത്വ വികാരത്തെ പ്രീണിപ്പിക്കല. BJPയുടെ രാഷ്ട്രീയത്തെ ചെറുക്കാനാവോ? ഈ രാഷ്ട്രീയം അവതരിപ്പിച്ചുണ്ടാവില്ല. കർഷകർ കാട്ടിയ മാർഗം, ദേശീയ ഗുസ്തിതാരങ്ങൾ കാട്ടിയ മാതൃകം, പോരാട്ടത്തിന്റെ മാർഗം, ആ മാർഗമാണ് സ്വീകരിക്കുന്നത്. ആ പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയമില്ല. വളരെ വ്യസനകരമായ സാഹചര്യമാണ്. വളരെ വ്യസനകരം. ഈ രാജ്യത്തെ ബുദ്ധിജീവികൾക്ക് മനസ്സിലായി കഴിഞ്ഞു, ധാരാളം ജനാധിപത്യ വിശ്വാസികൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അവർ പേർത്തും ലേഖനം എഴുതുന്നു. എന്താണ്? BJP പരാജയപ്പെടുത്തണം, BJP അതിൻ്റെ ആദർശത്തെ പരാജയപ്പെടുത്തണം. BJP അവതരിപ്പിക്കുന്ന ആവൽക്കരമായ ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തണം. അവരവതരിപ്പിക്കുന്ന ആശയത്തെ പരാജയപ്പെടുത്തണം. അവർ ഈ രാജ്യത്തെ ജനങ്ങളെ മതത്തിൻ്റെയും ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഘടിപ്പിച്ചിരിക്കുന്നു, തമ്മിലടിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ സ്ഥാനത്ത് സാഹോദര്യം വളർത്തിയെടുക്കണം, സമര സാഹോദര്യം. അത് വളർത്തിയെടുക്കാൻ പ്രക്ഷോഭത്തിനെയാകൂ. ജാതിയില്ലാതെ, മതമില്ലാതെ, ഭാഷാഭേദങ്ങളില്ലാതെ, സംസ്ഥാന ഭേദങ്ങളില്ലാതെ ജനങ്ങൾ ഒരു പ്രക്ഷോഭത്തിൽ അണിനിരക്കുമ്പോൾ ജനങ്ങൾ ഒരൊറ്റ ശക്തിയായി മാറും. ഒരു മതേതര ശക്തിയായി, ഒരു ജനാധിപത്യ ശക്തിയായി, പ്രബുദ്ധതയാർന്ന ഒരു ജനാധിപത്യ ശക്തിയായി മാറും. ആ മാറ്റത്തിലൂടെ മാത്രമേ BJPയുടെ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താനാവൂ. മൃദു ഹിന്ദുത്വത്തിൻ്റെ സമീപനം സ്വീകരിക്കുന്നുണ്ടാവില്ല. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷി ശിവസേനയാണ്. ശിവസേന സെക്രട്ടറി ഇപ്പോൾ ഈ പാർലമെന്റിൽ അവിടെ നമ്മൾ കണ്ടില്ലേ, പ്രശംസാ പ്രമേയം അവതരിപ്പിച്ചു. പാർലമെന്റ് അവസാനിക്കുന്നതിന് തലേ ദിവസം പെട്ടെന്ന് BJPയുടെ ചീഫ് വിപ്പ് മുഴുവൻ MP-മാർക്ക് നോട്ടീസ് കൊടുക്കുന്നു. എല്ലാവരും നാളെ നിർബന്ധമായും പാർലമെന്റിൽ ഉണ്ടാകണം. അപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വലിയ ആകാംക്ഷയായി. എന്താണ് BJPയുടെ MLA MP-മാർക്ക് മുഴുവൻ വിപ്പ് കൊടുക്കാൻ കാരണം? അന്വേഷണമായി. പക്ഷെ നമ്മൾ അടുത്ത ദിവസം കണ്ടെന്താണ്? രാമക്ഷേത്രം പണിത, അതിന് മുൻകൈ എടുത്തവരെ, അതിനുവേണ്ടി പ്രയത്നിച്ച രാജ്യത്തെ മുഴുവൻ നല്ല മനുഷ്യരെയൊക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള പ്രശംസാ പ്രമേയം അവതരിപ്പിച്ചു പാർലമെന്റിൽ. അപ്പോൾ ഓർക്കുക, അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, 500-അധികം വർഷം പഴക്കമുള്ള ഒരു പള്ളി.
അത് പൊളിച്ചാണ് ആ ക്ഷേത്രം പണിതെന്നുള്ള ആ വസ്തുത യാഥാർത്ഥ്യം കുഴിച്ചു മൂടിക്കൊണ്ടാണ് ആ പ്രശംസാ പ്രമേയം അവിടെ അവതരിപ്പിച്ചു. ആ പ്രശംസാ പ്രമേയത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശിവസേന നേതാവ് പ്രസംഗിച്ചത് ഏറ്റവും ആപൽക്കരമായ വാക്കുകളാണ്. ഈ രാജ്യം മുഴുവൻ ചെവി കേൾക്കേണ്ടുന്ന വാക്കുകളാണ്. എന്താണ് ശിവസേന പ്രസംഗിച്ചത്? ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുക അവർ പ്രസംഗിച്ചത്, ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യം കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഓർക്കുക, ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് ആരെങ്കിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പേരിൽ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ശിവസേനയ്ക്ക് വോട്ട് ചെയ്യണം. പ്രസംഗിക്കുകയാണ്. ആ കക്ഷികളെ കൂട്ടിക്കൊണ്ടാണ് മഹാരാഷ്ട്രയിൽ BJP-ക്കെതിരെ പോയിരുന്നത്. ഓർക്കുക, എന്തും വേദനാകരമായി ശ്രീകൃഷ്ണൻ പാർലമെന്റിലാണ് പറയുന്നത്, വേറെങ്ങുമല്ല. ദേശീയ ചാനലുകളുടെ മുമ്പിലാണ് ഇത് പറയുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയം ഈ രാജ്യത്ത് കൊണ്ടുവന്നതിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നു ശിവസേന. ഈ ആളുകളെ കൂട്ടിക്കൊണ്ട് മതേതരത്വം ശക്തിപ്പെടുത്താനാവുമോ? അതില്ല. വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം ഉണ്ടാവില്ല. നമ്മുടെ പാർട്ടി എത്ര ചെറുതെങ്കിലും ഈ പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയമാണ് കാണിക്കുന്നത്. നമ്മൾ കാണിക്കുന്നത് ഈ പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നതിന്റെ സന്ദർഭത്തിൽ ധാരാളം കാര്യങ്ങൾ ചർച്ചയ്ക്കെടുക്കാനുണ്ടാവും. നമ്മൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇനി വരാനിരിക്കുന്ന നാളുകൾ, തെരഞ്ഞെടുപ്പാനന്തരവും തെരഞ്ഞെടുപ്പിന് മുമ്പും ഈ പ്രക്ഷോഭത്തിന്റെ സന്ദർശനത്തിൽ നമ്മൾ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യം ഈ പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയമാണ്. വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ നിലകൊള്ളുന്നത് ആ പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ്. അത് സാർക്കറിയാം. ഈ രാജ്യത്ത് വിശ്വസനീയമായ സമര നേതൃത്വം, ഈ രാജ്യത്ത് പൊരുതാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വ്യക്തികളുടെയും മനുഷ്യസ്നേഹികളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും പ്രസ്ഥാനം നമ്മുടെ പാർട്ടിയാണ്. സംശയമുണ്ടാർക്കെങ്കിലും ഈ കേരളത്തിൽ സമരത്തിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് നമ്മളാണ്. നമുക്കറിയാം, ഇവിടെ നടക്കുന്ന കേരള വിരുദ്ധ പ്രക്ഷോഭം അതിൻ്റെ ഇരകൾ സംഘടിപ്പിച്ച ജനകീയ സമിതിയാണത് നയിക്കുന്നത്. ആ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അത്തരത്തിലൊരു പ്രക്ഷോഭം സംഘടിപ്പിച്ചെടുക്കാൻ കലവറയില്ലാത്ത പിന്തുണ നൽകി അതിൻ്റെ സംഘാടകരായി പ്രവർത്തിക്കുന്നത് നൂറുകണക്കിന് SUCയുടെ സഖാക്കളാണ്. നമ്മൾ പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയം അവതരിപ്പിക്കുന്നു. തോട്ടപ്പള്ളിയിൽ മാർച്ച് 5-ാം തീയതി 1000 ദിവസം തികയുകയാണ്. കരിമണൽ ഖനനത്തിനെതിരായ സമരത്തിൽ നമ്മുടെ സഖാക്കൾ ഉറച്ചു നിൽക്കുന്നു, പൊരുതുകയാണ്. രാജ്യം മുഴുവൻ പൊരുതുകയാണ്. ഈ പോരാട്ടത്തിൽ മാത്രമേ BJP പരാജയപ്പെടുത്താനാവൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ, ഈ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ രാഷ്ട്രീയം രാജ്യത്തെ ജനങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സന്ദേശം അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. രാജ്യം മുഴുവൻ ഈ സന്ദേശം പ്രചരിപ്പിക്കും. നമ്മൾ മാർച്ച് 4-ാം തീയതി 10,000-ങ്ങൾ അവിടെ ബംഗാളിൻ്റെ രാജ്ഭവൻ ഉപരോധിക്കുമ്പോൾ അതിന് മുന്നോടിയായി വലിയ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് നമ്മൾ അവതരിപ്പിക്കുന്നത് ഈ പ്രക്ഷോഭത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഈ പ്രക്ഷോഭത്തിൻ്റെ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ സഖാക്കൾ, ബഹുജനങ്ങൾ മുന്നോട്ട് വരണം. എന്തു വില നൽകിയും എത്ര കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നാലും പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ കള്ളക്കളികളെ നേരിട്ടുണ്ടാവില്ല. കള്ളക്കളികളല്ലേ നടക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കുന്നത് ബെൽ എന്ന് പറയുന്ന സ്ഥാപനമാണ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ആ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ തലപ്പത്ത് 5-അംഗ ഡയറക്ടർ ബോർഡായിരുന്നു. അത് 3 പേരെ മാറ്റി 3 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. BJP-യുടെ 3 പേരെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇനി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്താവും എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ ധാരാളം കോണുകളിൽ സംശയം ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലമടക്കം എന്താവും എന്ന് പറയാനാവില്ല. ചണ്ഡീഗഡ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടില്ലേത്, മേയർ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേത്, BJP-യുടെ ആള് കുത്തിയിരുന്നു കൊണ്ട് ബാലറ്റ് പേപ്പറിൽ കൃത്രിമം നടത്തുകയാണ്, ക്രമക്കേട് നടത്തുകയാണ്. അങ്ങനെ നടത്താൻ തയ്യാറാകുന്ന ഇന്നലെ ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, ഒരു 6-7 MLA-മാരെ കാണാനില്ല കോൺഗ്രസിന്റെ. ആ CRPF കൊണ്ടുപോയെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരുന്നത്. ക്രമക്കേട് നടത്തി എങ്ങനെയും അധികാരം നേടാൻ BJP ശ്രമിക്കുമ്പോൾ ഏത് മാർഗത്തിലൂടെയും, ഏത് ഹീനമാർഗത്തിലൂടെയും, ഞാൻ പറഞ്ഞില്ലേ 400 MLA-മാരെ വിലക്കെടുത്ത് നടക്കും. അധികാരം നിലനിർത്താൻ എന്തും കാണിക്കുന്ന BJP. ആ BJPയെ നേരിടാൻ ഈ പാർലമെന്ററി കണക്കൂട്ടൽ കൊണ്ട് പറ്റുമോ? പറ്റില്ല. ഏതെല്ലാം തരത്തിൽ പാർലമെന്ററി ജനാധിപത്യത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെ വൻകിട വ്യവസായികളുടെ സമ്പത്ത് സമാഹരിക്കുന്ന ഉൾപ്പെടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അത് ചെയ്യുന്നൊരു സാഹചര്യത്തിൽ
BJP പരാജയപ്പെടുത്താൻ BJPയുടെ നയങ്ങളെയാണ് പരാജയപ്പെടുത്തേണ്ടത്. BJPയുടെ നയങ്ങളെയാണ് പരാജയപ്പെടുത്തേണ്ടത്. ആ നയങ്ങൾക്കെതിരായ പോരാട്ടമാണ് നമ്മുടെ പോരാട്ടം. SUC കമ്മ്യൂണിസ്റ്റ് എന്ന പ്രസ്ഥാനത്തിന്റെ പോരാട്ടം. ഒറ്റയ്ക്ക് നമ്മൾ ഈ പോരാട്ടത്തിലാണ്. സഹകരിക്കാൻ താല്പര്യമുള്ള ഏതൊരാളായിട്ടും നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ്. സമരത്തിന്റെ രംഗത്ത് സഹകരിക്കാൻ താല്പര്യമുള്ള ഏതൊരു ശക്തിയുമായി സഹകരിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ പ്രക്ഷോഭത്തിനായിട്ടായിരിക്കണം, തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടല്ല. 75 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള കൂട്ടുകെട്ടുകൾ. ആ കൂട്ടുകൊണ്ടുകൊണ്ട് രാജ്യം രക്ഷപ്പെടില്ല. പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയം കൊണ്ടേ രാജ്യം രക്ഷപ്പെടും. ആ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കുന്നില്ല. ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത സഖാക്കളെ അഭിവാദ്യം ചെയ്യുന്നു. ഈ പ്രക്ഷോഭത്തിൽ എൻ്റെ സന്ദേശം കഴിഞ്ഞ 1-2 മാസമായി കേരളത്തിൻ്റെ മുക്കിനും മൂലയിലും പാർട്ടി എത്തിച്ചിട്ടുള്ള സന്ദേശം ആ പ്രവർത്തനങ്ങൾ നടത്തിയ സഖാക്കളെ അഭിവാദ്യം ചെയ്യുന്നു. ഈ രാജ്ഭവൻ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അതിൽ ഔപചാരികതയുടെ പേരിലാണ് ഇത് സെക്രട്ടേറിയറ്റ് നടയിൽ സഖാവ് ആർ കുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അത് കടന്നു വന്നത് ആ പ്രക്ഷോഭത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടാണ്. ഈ കൊടും വെയിലത്ത് ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് SUCയുടെ സഖാക്കൾ നാളെയും ഉണ്ടാവും. ഈ നാട്ടിൽ എത്ര വലിയ കഷ്ടനഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും നേരിടേണ്ടി വന്നാലും ഈ പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SUC ഉണ്ടാവും തെരുവിൽ. ആ പ്രക്ഷോഭത്തിന് പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ രാജ്ഭവൻ മാർച്ച് ഔപചാരിക ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.